സർ, ജോഷയും മുള്ളാണി ബിജുവും ഉൾപ്പെടെയുള്ള എല്ലാവരെയും സതീഷ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പെടുക എളുപ്പമല്ല. ഹാർബറിലാണ് അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ജോഷയുടെ ഏരിയയാണത്. You can take the 3:30 flight. Let's hope we will not have to meet again. പോലീസ് ഓടിക്കോടാ, വാ.
എന്തിനിടെ വെറുതെ കൂമ്പുവാട്ടി കളയണത്? അത്രയ്ക്ക് സ്ട്രോങ് ആയ എവിഡൻസ്. അപ്പൊ പിന്നെ പറഞ്ഞ് കളയടേ. 9349922065 ഈ സെൽ നമ്പർ നിന്റെ തന്നെടേ. പറയടാ, ഉച്ചത്തിൽ പറയടാ. അതെ അപ്പൊ നിന്റെ തള്ളേരെ പേരിലാണ് കണക്ഷൻ. അതെ, ആ തെളി ഉറച്ചു. ഇനി സംഭവം നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞോ. ഞാൻ ആരെയും കൊന്നില്ല സാറേ. എടുത്ത് കാര്യമായിട്ട് തൂക്കണ അവനെ. വേണ്ട സാർ, നടന്നത് ഞാൻ പറയാം. അണ്ണാ, നിനക്ക് പരിചയമില്ലാത്തോണ്ടാ തെളിവ് സഹിതം പോലീസ് പിടിച്ചാൽ നടന്നത് പറഞ്ഞ് കുറ്റം സമ്മതിച്ചേക്കണം. ബാക്കി നമുക്ക് കോടതി കാണാം, അല്ലാതെ തടി കേടുവരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ്. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? അത്യാവശ്യത്തിനുണ്ട് സാറേ. 96 മുതൽ ഗെയിമിലുണ്ട്. ഷിഹാബുദ്ദീൻ സാറിനൊക്കെ അറിയാം. സംഭവ സ്ഥലത്ത് ഫോൺ പോയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞു നമ്മൾ പെട്ടടാന്ന്. ഓ, എന്നാ നീ പറ, സൈമണെ കൊല്ലാൻ നിനക്കാരാ കൊട്ടേഷൻ തന്നത്? അയ്യോ സാറേ, അവനെ കൊല്ലാൻ ആരും എനിക്ക് കൊട്ടേഷൻ തന്നിട്ടില്ല. അത് ഇവന് പറ്റിയൊരു കയ്യബദ്ധമാ. എന്തോന്നടാ കഥ ഉണ്ടാക്കുകയാണ്? നീ പറ. സാറേ, ആറ്റിങ്ങിൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ബാറുണ്ട്, 7 സ്റ്റാർ. അതിന്റെ മുതലാളി ശശിധരണ്ണനെ ഒരു ഭീഷണിയുണ്ട്. പുള്ളിയുടെ പഴയ പാർട്ട്ണർ ജെയിംസ് കൊച്ചിയിൽ കൊട്ടേഷൻ കൊടുത്തു. എന്നോട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ പോളിസി ഇങ്ങനെയുള്ള കേസുകളിൽ കൊട്ടേഷൻ കൊടുത്തവനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണമെന്നാ. അതോടെ അവൻ ചുരുളും. 2 ദിവസം വിഴിഞ്ഞത്ത് താമസിച്ചേ ഞാൻ പിള്ളേരെ സംഘടിപ്പിച്ചു. 14 പേര്. ലോഡ്ജിൽ നിന്നിറങ്ങിയ ഞങ്ങൾ പിന്നീട് 3 വണ്ടികളിലായി രാത്രി 1 മണിക്ക് അടുപ്പിച്ച് ജെയിംസിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് ഏറ്റവും മുമ്പിൽ പോയ വണ്ടി കേടായി. മറ്റു വണ്ടികൾ അവിടെ നിർത്തി. എല്ലാവരും റോഡിലിരുന്ന് വണ്ടി റിപ്പയർ ചെയ്യുമ്പോഴാ വെടിച്ചില് പോലെ ഒരു വണ്ടി വരുന്നു, ഒരു സ്കോർപിയോ. ബൈക്കുകാരനെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയപ്പോൾ ഞങ്ങൾ തടയാൻ ശ്രമിച്ചു, കിട്ടിയില്ല. പെട്ടെന്ന് ആവേശത്തില് എല്ലാവരും കൂടി വണ്ടി എടുത്ത് അവനെ ഫോളോ ചെയ്തു. വാ വാ, വണ്ടി എടുക്കും. ഇങ്ങോട്ട് ഇറങ്ങണം. Come on, what's happening here? Leave me. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഒരുത്തനെ ഇടിച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാന്ന് കരുതിയോ? Do you know who I am? Simon Palasingal. നീ ഏത് കോപ്പനാ? എനിക്കെന്താടാ? ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഈ സമയം അത്രയും നല്ല ഫിറ്റിലായിരുന്ന മുള്ളാണി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ബഹളം മൂത്തപ്പോ അവൻ വെളിയിലിറങ്ങി. പിന്നെ ഞങ്ങൾ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. എന്ത് പണിയാണ് കാണിച്ചത്? വാ, രക്ഷപ്പെടാം വേഗം. റിയാസ് ഹസൻ മൻസിൽ ചപ്പത്ത് വിഴിഞ്ഞം. അതല്ലേ നിന്റെ വിലാസം? അതെ. ഇവൻ പറഞ്ഞു മുഴുവൻ താൻ കേട്ടല്ലോ. നിന്റെ ബൈക്കും ആ സ്കോർപിയോയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റിൽ നിനക്കൊന്നും പറ്റിയില്ലേ? കൈക്കും കാലിനും ചെറിയൊരു ചതവ് പറ്റി. നിന്നെ ആരാ ആശുപത്രി കൊണ്ടുപോയത്? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സജീവൻ ചേട്ടനാ. എന്റെ ബൈക്കിൽ തന്നെയാ കൊണ്ടുപോയത്. ജനറൽ ഹോസ്പിറ്റലാ സാറെ കൊണ്ടുപോയത്. ഇനി നിനക്കെന്താ പറയാനുള്ളത്? സത്യമാ സാറേ, നടന്ന കാര്യങ്ങളാ ജോഷു അണ്ണൻ പറഞ്ഞത്. അന്ന് ഞാൻ നല്ല വെള്ളമായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ. അലക്സ് സർ, ടേക്ക് ദം ഔട്ട്. Congrats, Niranjan. So the case is over in record time. Good. സാർ പെട്ടെന്ന് DG മിനിസ്റ്ററെ വിളിച്ച് വിവരം പറഞ്ഞാട്ടെ. നോ സർ, നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. അവന്മാരുടെ മൊഴികളും കേസിന്റെ ഫാക്സും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. മിണ്ടാതിരിക്കടോ.
അവന്മാർ പറഞ്ഞ സീക്വൻസിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഇറ്റ് വാസ് എ റാൻഡം കില്ലിംഗ് കമ്മിറ്റഡ് ഓൺ ഇമ്പൾസ്. ജസ്റ്റ് വൈൻഡ് അപ്പ് ദ കേസ് റൈറ്റ് നൗ. പറ്റില്ല സർ, അങ്ങനെ ഞാൻ കേസ് വൈൻഡപ്പ് ചെയ്യില്ല. നിരഞ്ജൻ, യു നോ വെരി വെൽ, പ്രതികളിൽ നിന്ന് ഇത്രയും സ്ട്രോങ് ആയ ഒരു കുറ്റസമ്മതമുള്ള സ്ഥിതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പരിധിക്കപ്പുറം കൊണ്ടുപോകാനാവില്ല. എനിക്കറിയാം സർ, പക്ഷെ നമ്മളിപ്പോ ഇവിടെ കേട്ടത് ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെങ്കിലോ? Then you prove it, നിരഞ്ജൻ, but you don't have time. ഇനി മറ്റൊരു തിയറിക്ക് സാധ്യതയില്ല നിരഞ്ജൻ. ഐ എം സോറി. സർ, ഫോറൻസിക് റിപ്പോർട്ടും ഓട്ടോപ്സി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഫോറൻസിക് ടെസ്റ്റ് കഴിഞ്ഞ് സൈമണിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അലക്സ്. സർ, ഫ്രണ്ടുമായിട്ട് അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല. വല്ല YWCയിലും അക്കോമഡേഷൻ നോക്കിക്കൂടെ നിനക്ക്? അമ്മ, അപ്പാർട്ട്മെന്റ് ഷെയറിംഗ് ഒക്കെ ഇപ്പോൾ യൂഷ്വൽ അല്ലേ? അതും ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ. മിസ് മീര കൃഷ്ണദാസ് എങ്ങോട്ട് പോകുന്നു? അവള് ബാംഗ്ലൂർക്ക് പോവാ. എന്താ സർ കാര്യം? ബാംഗ്ലൂരിൽ എന്താ? അവള് ചോദ്യം നിങ്ങളോടല്ല. ബാംഗ്ലൂരിൽ എനിക്കൊരു ജോലി കിട്ടി. നെയിം ദ ഫേം. Pegasus Infotainment Private Limited as Assistant Manager Business Development. May I know why these queries? Oh, you don't know. Of course I don't know. Well then take it from me, you're not going anywhere. നിങ്ങൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. CI Alex will tell you when. കൊല്ലപ്പെട്ട സൈമൺ പാലത്തിങ്ങളുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് പബ്ലിക് റിലേഷൻസ് ആയിരുന്നുവല്ലോ നിങ്ങൾ. വെറും ഒരു എംപ്ലോയി ബന്ധമല്ലായിരുന്നു നിങ്ങളുടേതെന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. നിരഞ്ജൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ആൻഡ് യു ക്യാൻ കോൾ മീ സർ. ഞങ്ങളുടെ ഇന്റർഗേഷൻ കഴിയുന്നവരെ നിങ്ങൾ ഞങ്ങളുടെ ഒബ്സർവേഷനിലായിരിക്കും. ഇൻ അതർ വേർഡ്സ്, യു ആർ ഡീറ്റെയിൻഡ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം ഒരു പോലീസ് പ്രസൻസ് ഈ പരിസരത്തുണ്ടാവും. സോ അലക്സ് വിൽ കോൾ യു. സർ, പക വിട്ടുവാണോ? എപ്പോഴും ഓർമ്മയിലുള്ള ശത്രുവിനോടെ പ്രതികാരമുള്ളൂ. നിങ്ങൾ എൻ്റെ ഓർമ്മകളിലില്ല. May I come in, sir? Come in.
നിരഞ്ജൻ, ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പത്രസമ്മേളനം ഞാൻ നടത്തണമെന്ന് DGയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സർ, ഇറ്റ്സ് ടു ഏർലി. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഇപ്പോഴും ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ദാറ്റ്സ് ഓൾ ക്രാപ്പ് സർ. കസ്റ്റഡിയിലുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചു. സോ ദ കേസ് ഇസ് ഓവർ. നോ, ദ കേസ് ഇസ് നോട്ട് ഓവർ സർ. കൊല്ലപ്പെടുന്നതിന് 45 മിനിറ്റ് മുമ്പ് വരെ സൈമൺ പാലത്തിങ്ങലിനൊപ്പം ഉണ്ടായിരുന്ന പാറമട സുഭാഷിന്റെയും ജയപ്രതാപിന്റെയും സ്പെസിഫിക് റോൾസ് എന്തായിരുന്നു എന്ന് പത്രക്കാർ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? പിന്നെ ഈ കേസിൽ തുടക്കം മുതൽ ഓവർ ഷാഡോ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഫാക്ടർ, ദുബായ് ബേസ്ഡ് ഓൺ മാർട്ടിൻ ദിനകറിന്റെ കേരളത്തിലെ സസ്പീഷ്യസ് ആയ പ്രസൻസ്. ടേക്ക് മൈ വേർഡ് സർ, മീഡിയ ഗ്രില്ലിംഗിൽ വി വിൽ കട്ട് എ സോറി ഫിഗർ. ഇത്രയും സെൻസേഷണൽ ആയ ഒരു കൊല നടന്നിട്ട് 6 ദിവസം തികയും മുമ്പേ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കേരള പോലീസിന് വലിയ നേട്ടമാണ്. എസ്പെഷ്യലി ചീഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായ ഇദ്ദേഹത്തിന്. എന്റെ തൊപ്പിയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി കയറുവാണെന്ന് താൻ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു കോൾമയറും കൊള്ളുന്നില്ല മന്മത. സോറി മനോമോഹന. എടോ, പത്രസമ്മേളനം ഒരു കുരിശാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബട്ട് നിരഞ്ജൻ, ഐ ഹാവ് നോ ചോയ്സ്. ഐ ഹാവ് ടു ഒബേ മൈ സുപ്പീരിയേഴ്സ് ഓർഡർ. യെസ്, യു ഹാവ് നോ ചോയ്സ് തോമസ്. പണ്ടത്തെ ഒരു ADGP ആയതുകൊണ്ട് കാവല് നിന്ന പോലീസുകാരൻ തന്റെ അനുവാദം വാങ്ങിക്കാതെ കടത്തിവിട്ടു. Am I intruding? നോ സർ, അങ്ങിരുന്നാട്ടെ. So, what's going on here? You seem to be tensed. സൈമൺ പാലത്തിങ്ങൽ കേസിലെ പ്രതികളെ കിട്ടിയായിരുന്നു. DG എന്നോട് ഒരു പ്രസ് ബ്രീഫിംഗ് നടത്താൻ പറഞ്ഞു, ഡിസ്ക്ലോസിംഗ് ഓൾ ദ ഫാക്ട്സ് ഓഫ് ദിസ് കേസ്. വേണ്ട തോമസേ, താൻ വെറുതെ ചെന്ന് കുഴപ്പത്തിൽ ചാടണ്ട. സാർ ഇതിലൊക്കെ കയറി അഭിപ്രായം പറയുന്നതിനാ? വേണ്ടത് എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം. ദേ, കാക്കിയുടെ അന്തസ് അറിയാവുന്നവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു പിമ്പിന് സ്ഥാനമില്ല. ആ വാക്കിന്റെ എല്ലാ അർത്ഥങ്ങളും തനിക്ക് യോജിക്കുമെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അധികാരദല്ലാൽ എന്നർത്ഥമാണ്. സർ, മൈൻഡ് യുവർ ലാംഗ്വേജ്. സർ, താൻ മിണ്ടായിരടോ. സോറി തോമസ്, ഡിഡ്ന്റ് മീൻ ടു മേക്ക് എ സീൻ. ഞാൻ തന്നെ വൈകിട്ട് വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വരുന്ന 18-ന് തറക്കല്ലിടുകയാണ്. ഫംഗ്ഷൻ തോമസ് ഉണ്ടാവണം. വരാം സാർ. രാവിലെ ഹോം സെക്രട്ടറിയെ കണ്ടപ്പോഴാണ് DG തന്നോട് പ്രസ് മീറ്റ് നടത്താൻ ആവശ്യപ്പെട്ട വിവരം അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. തോമസ്, യു നോ വെൽ, നമ്മുടെ ഫോഴ്സിന്റെ തലപ്പത്തുള്ളതുപോലെ തൊഴുത്തിൽ കുത്ത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ല. സോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം. യു ഗെറ്റ് മീ? ഐ ഡു സർ. മറക്കണ്ട, 18-ാം തീയതി ഫോഴ്സിൽ നിന്ന് ആകെ 6 പേരെ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ. ഹീസ് ദെയർ ഇൻ ദ ലിസ്റ്റ്. ഞാനിവിടെ ഉണ്ടാവും സാർ. എനിക്കൊരു ക്രൈസിസ് വരാൻ പോകുന്നു അറിഞ്ഞപ്പോ വന്നു കണ്ട് 2 വാക്ക് പറയാൻ അങ്ങേക്ക് തോന്നിയില്ലേ? ഫോഴ്സിൽ ഇപ്പൊ ഇല്ലാത്തത് പരസ്പരമുള്ള ഈ കരുതലാണ്. താങ്ക് യു സാർ. താങ്ക് യു. പോട്ടെടോ. I'll see you, sir. Sir, please avoid a press meet. നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പത്രക്കുറിപ്പ് കൊടുക്കാം. A carefully worded press release. ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടാവില്ല. When DG says press meet, it's press meet, നിരഞ്ജൻ. സർ, ഉറപ്പായിട്ടും ഇത് മിസ്ഫയർ ചെയ്യും. നാളെ മീഡിയ ബാഷിംഗ് ഉണ്ടാകുമ്പോൾ സാർ ഒറ്റപ്പെടും. യു വിൽ ബി ക്രൂസിഫൈഡ്. അറിയാവടോ, എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഫോഴ്സിന് എപ്പോഴും വേണ്ടത് ഒരു ബലിയാടിനെയാണ്. ദിസ് ടൈം ഇറ്റ്സ് മീ. അപമാനം സഹിക്കാൻ വയ്യാതെ വന്നാൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യനെ പോലെ 4 വരി കത്തെഴുതി ഞാനും കൊടുക്കും. പോയി തൊലയട്ടെന്ന് വെക്കും. പക്ഷേ ഭയന്ന് പിന്മാറാൻ ഞാനില്ല സർ. മുകളിൽ നിന്നുള്ള ഉത്തരവിൻപടി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി സാറിന് പറയാം that the case is over. But I will not take it. ബൈക്കിൽ പോകുന്ന സാധാരണക്കാരനെ പിടിച്ചേർത്തി ഹെൽമെറ്റ് വെക്കാത്തതിന് പെറ്റി അടിച്ചു വിടുക മാത്രമല്ലല്ലോ പോലീസിന്റെ പണി. സാറ് പറഞ്ഞ അനുസരിച്ച് I have buckled my shoes and started the hunt. ഇനി യഥാർത്ഥ പ്രതികളെ കിട്ടിയിട്ടേ ഞാൻ ഓട്ടം അവസാനിപ്പിക്കും. സാറിന്റെ മാനസിക പിന്തുണ മാത്രം മതി എനിക്ക്. മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മറ്റാരും എനിക്ക് വിഷയവുമല്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സർ? I will dare it out.